നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ മുന്നിലിപ്പോ ഒരു ഓഡിയോ ക്ലിപ്പാണ് നിഫ്റ്റി ട്രേഡിംഗിനെക്കുറിച്ചുള്ള ഒന്ന്. ഒറ്റനോട്ടത്തിൽ ഇതൊരു സാധാരണ ട്രേഡിംഗ് രീതിയെപ്പറ്റിയാണെന്ന് തോന്നും. പക്ഷേ ഇതിന്റെ പിന്നിലെ ഒരു ആശയം അത് വളരെ കൗതുകകരമാണ്. മാർക്കറ്റിൽ എല്ലാവരും ഒരു ദിശയിലേക്ക് ഓടുമ്പോൾ അതിനെതിരെ ചിന്തിക്കാനാണ് ഇത് നമ്മളെ പഠിപ്പിക്കുന്നത്. സൂൺ പ്ലസ് വോളിയം, പിന്നെ 5 ഡേയ്സ് ഫോർ കാൻഡിൽ. ഈ രണ്ട് കസ്റ്റം ഇൻഡിക്കേറ്ററുകൾ ഉപയോഗിച്ച് ദിവസവും ഒരു 10 മുതൽ 20 പോയിന്റ് വരെ നിഫ്റ്റിയിൽ നിന്ന് എങ്ങനെ നേടാമെന്നാണ് ഈ ഓഡിയോ പറയുന്നത്. അപ്പോൾ ഈ ഇൻഡിക്കേറ്ററുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മാത്രമല്ല, ഈ ഒരു വിപരീത ചിന്തയുടെ ആ ഒരു യുക്തി എന്താണെന്നും നമുക്കൊന്ന് ആഴത്തിൽ നോക്കാം. അപ്പോൾ നമുക്ക് ഇതിന്റെ ആദ്യത്തെ പടിയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ സിസ്റ്റം പ്രവർത്തിപ്പിക്കാൻ ആദ്യം വേണ്ടത് ഒരു ഡാറ്റയാണ്. അത് നമുക്ക് തരുന്നത് ആ 5 ഡേയ്സ് ഫോർ കാൻഡിൽ എന്ന ഇൻഡിക്കേറ്ററാണ്. ഒരു യുദ്ധക്കളം ഒരുക്കുന്നതിന്റെ ആദ്യ പടി പോലെയാണല്ലേ? എന്താണ് ഈ ഇൻഡിക്കേറ്റർ ശരിക്കും അളക്കുന്നത്? തീർച്ചയായും ആ ഇൻഡിക്കേറ്റർ അത് നമുക്ക് മാർക്കറ്റിന്റെ ഒരു സമീപകാലത്തെ ഊർജം എത്രയാണെന്ന് കാണിച്ചു തരും. അതിൽ 2 ലൈനുകളുണ്ട്. അതിലൊരു ചുവന്ന ലൈൻ അത് കഴിഞ്ഞ 5 ദിവസത്തെ നിഫ്റ്റി ഫ്യൂച്ചേഴ്സിന്റെ ശരാശരി വോളിയത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. നമ്മൾ 15 മിനിറ്റ് ചാർട്ടിലാണിത് നോക്കുന്നത്. മറ്റേ ലൈൻ അവസാനത്തെ 4 കാൻഡിലുകളിലെ, അതായത് ഏകദേശം അവസാനത്തെ ഒരു മണിക്കൂറിലെ ശരാശരി വോളിയവും കാണിക്കും. പക്ഷേ അതിലേറ്റവും പ്രധാനം ആ 5 ദിവസത്തെ ശരാശരി വോളിയമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ 5 ദിവസത്തെ ശരാശരി വോളിയം ഒരു സംഖ്യയായിട്ട് കിട്ടുന്നു. ഈ ഓഡിയോയിൽ പറയുന്നുണ്ട് ഈ നമ്പർ നമ്മൾ സ്വയം എടുത്ത് സൂൺ പ്ലസ് വോളിയം എന്ന രണ്ടാമത്തെ ഇൻഡിക്കേറ്ററിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണമെന്ന്. ഇന്നത്തെ കാലത്ത് മിക്ക ഇൻഡിക്കേറ്ററുകളും ഓട്ടോമാറ്റിക് അല്ലേ, പിന്നെന്തിനാ ഇങ്ങനെ ഒരു മാനുവൽ സ്റ്റെപ്പ്? ഓരോ ദിവസവും രാവിലെ ട്രേഡറെ ഒന്ന് ഉണർത്താനാണോ ഇത്? അതൊരു നല്ല നിരീക്ഷണമാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ അതെ. ഇതൊരു തരം ദിവസേനയുള്ള അനുഷ്ഠാനം പോലെയാണ്. എല്ലാ ദിവസവും രാവിലെ മാർക്കറ്റ് തുടങ്ങുന്നതിന് മുൻപ് കഴിഞ്ഞ 5 ദിവസത്തെ മാർക്കറ്റിന്റെ ഒരു ആവേശം എത്രയായിരുന്നു എന്ന് നമ്മൾ സ്വയം കണ്ടു മനസ്സിലാക്കി ആ ഇൻഡിക്കേറ്ററിന് കൊടുക്കുന്നു. ആ ഓഡിയോയിലെ ഉദാഹരണത്തിൽ ആ സംഖ്യ 2171 ആണ്. പക്ഷേ ഈ നമ്പർ എല്ലാ ദിവസവും മാറും. അപ്പോൾ ഒരു സിഗ്നലിന് വേണ്ടി അന്ധമായി കാത്തിരിക്കുന്നതിന് പകരം മാർക്കറ്റിന്റെ അന്നത്തെ അവസ്ഥയെക്കുറിച്ചൊരു ബോധമുണ്ടാക്കാൻ ഈ ഒരു സ്റ്റെപ്പ് സഹായിക്കുന്നുണ്ട്. ശരി. അപ്പോ നമ്മൾ ആ ദിവസത്തെ മാന്ത്രിക സംഖ്യ ഇൻഡിക്കേറ്ററിന് കൊടുത്തു. അതോടെ നമ്മുടെ ചാർട്ടിൽ ചില പ്രത്യേക അടയാളങ്ങൾ വരാൻ തുടങ്ങും. എന്താ അവിടെ സംഭവിക്കുന്നത്? ഓക്കെ, നമ്മൾ കൊടുത്ത ആ ശരാശരി വോളിയത്തേക്കാൾ കൂടുതൽ വോളിയത്തിൽ ഒരു ട്രേഡ് നടക്കുന്ന ഏതൊരു 15 മിനിറ്റ് ക്യാൻഡിലിനെയും ഈ ഇൻഡിക്കേറ്റർ അടയാളപ്പെടുത്തും. വില മുകളിലേക്ക് പോകുന്ന ഒരു പച്ച ക്യാൻഡിൽ, അതായത് ഒരു ഗ്രീൻ ക്യാൻഡിലാണെങ്കിൽ അതിന്റെ താഴെ ഒരു അടയാളം വരും. നേരെ മറിച്ച് വില താഴേക്ക് വരുന്ന ഒരു ചുവന്ന ക്യാൻഡിലാണെങ്കിൽ അതിന്റെ മുകളിലായിരിക്കും ആ അടയാളം. ഒറ്റ നോട്ടത്തിൽ ശ്രദ്ധിക്കുക, ഇവിടെ അസാധാരണമായി എന്തോ നടന്നിട്ടുണ്ട് എന്ന് ചാർട്ട് നമ്മളോട് പറയുന്നത് പോലെ. ഓക്കെ, ഇവിടെയാണ് ഈ ഓഡിയോ ക്ലിപ്പിലെ ഏറ്റവും രസകരമായ, ഒരുപക്ഷെ കുറച്ച് വിചിത്രമായ ആശയം വരുന്നത്. നമ്മളിപ്പോൾ ഒരു വലിയ പച്ച ക്യാൻഡിൽ കണ്ടു. അതിന് താഴെ അസാധാരണമായ വോളിയമുണ്ടെന്ന അടയാളവുമുണ്ട്. ഇത് കാണുന്ന ഒരു 99% ട്രേഡർമാരും മാർക്കറ്റ് ഇനിയും മുകളിലേക്ക് പോകുമെന്ന് കരുതി വാങ്ങാൻ റെഡിയാവും. എന്നാൽ ഈ രീതി പറയുന്നത് നേരെ തിരിച്ചാണ്, വിൽക്കാൻ തയ്യാറെടുക്കാനാണ്. ഇത് പായുന്നൊരു തീവണ്ടിക്ക് മുന്നിൽ കയറി നിൽക്കുന്നത് പോലെയല്ലേ? എന്താ ഇതിന്റെ ഒരു അടിസ്ഥാനം? താങ്കൾ പറഞ്ഞത് അത് വളരെ ശരിയാണ്. ഇതിന്റെ അടിസ്ഥാന തത്വം മാർക്കറ്റ് എക്സോഷൻ അഥവാ വിപണിയുടെ ക്ഷീണം കണ്ടെത്തുക എന്നതാണ്. ഒരു സ്പ്രിന്റർ ഓടുന്നതൊന്ന് സങ്കല്പിച്ചു നോക്കൂ. ഏറ്റവും വേഗത്തിൽ ഓടിയെത്തുന്ന ആ ഒരു അവസാന നിമിഷം, ആ കുതിപ്പ്, അത് പലപ്പോഴും ആ ഓട്ടത്തിന്റെ അവസാനത്തെയാണ് സൂചിപ്പിക്കുന്നത്, അതായത് പുതിയൊരു ഓട്ടം തുടങ്ങുന്നതിനെയല്ല. അതുപോലെ ഒരു വലിയ പച്ച ക്യാൻഡിലിൽ അസാധാരണമായ വോളിയം വരുന്നത് വാങ്ങാൻ താൽപ്പര്യമുണ്ടായിരുന്ന മിക്കവാറും എല്ലാവരും വാങ്ങിക്കഴിഞ്ഞു എന്നതിൻ്റെ ഒരു സൂചനയായിട്ടാണ് ഈ സിസ്റ്റം കാണുന്നത്. ഇനിയിപ്പം വിലയെ മുകളിലേക്ക് തള്ളിവിടാൻ ആവശ്യത്തിന് പുതിയ വാങ്ങലുകാർ ഇല്ലാത്തൊരവസ്ഥ. ആ ക്ഷീണത്തിന്റെ ആദ്യത്തെ ലക്ഷണം കണ്ടെത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത്. മനസ്സിലായി. അപ്പൊ നമ്മൾ ആ കുന്നിന്റെ മുകൾ ഭാഗം എവിടെയാണെന്ന് കണ്ടെത്താൻ ശ്രമിക്കുകയാണ് സാങ്കേതികമായിട്ട്. എങ്ങനെയാണ് ആ വിൽക്കാനുള്ള സിഗ്നൽ നമുക്ക് കിട്ടുന്നത്? നമ്മൾ ആ വലിയ വോളിയം വന്ന പച്ച കാൻഡിലില്ലേ, അതിന്റെ ഏറ്റവും താഴ്ന്ന പോയിന്റ്, അതായത് ലോ, ഒരു വര വരച്ചടയാളപ്പെടുത്തുന്നു. അതൊരു ലക്ഷ്മണരേഖ പോലെയാണ്. പിന്നീട് വരുന്ന ഏതെങ്കിലും ഒരു ക്യാൻഡിൽ ആ വരയ്ക്ക് താഴെ ക്ലോസ് ചെയ്യുമ്പോൾ നമ്മുടെ സെൽ സിഗ്നൽ ഉറപ്പിക്കുന്നു. ഇതിന്റെ അർത്ഥം ആ വലിയ വാങ്ങലിന്റെ ശക്തി ചോർന്നുപോയി, ഇപ്പോൾ വിൽപ്പനക്കാർ കൺട്രോൾ ഏറ്റെടുക്കുന്നു എന്നാണ്. അത് വ്യക്തമായി. അപ്പോൾ ഒരു ബൈ സിഗ്നലിനുള്ള ലോജിക്കും ഇത് തന്നെയായിരിക്കും അല്ലേ? പക്ഷേ
ഒരു വലിയ പേടിക്ക് ശേഷം വരുന്ന ഒന്നായിരിക്കും. ഒരു വലിയ ചുവന്ന കാൻഡിൽ വരുമ്പോൾ ആളുകൾ പേടിച്ച് വിൽക്കാൻ തുടങ്ങും. അപ്പോ അവിടെ എങ്ങനെയാണ് അവസരം കണ്ടെത്തുന്നത്? അതെ, അതേ തത്വം തന്നെ. ഒരു വലിയ ചുവന്ന കാൻഡിൽ ഭീമമായ വോളിയത്തോടെ വരുമ്പോൾ അത് പരിഭ്രാന്തി നിറഞ്ഞ വിൽപ്പനയാണ്, പാനിക് സെല്ലിങ്ങിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം നമ്മൾ ആ കാൻഡിലിന്റെ ഏറ്റവും ഉയർന്ന പോയിന്റ് ഹൈ അടയാളപ്പെടുത്തുന്നു. എപ്പോഴാണോ വില ആ വരയ്ക്ക് മുകളിൽ കയറി ക്ലോസ് ചെയ്യുന്നത്, അപ്പോൾ ആ വിൽപ്പനയുടെ ആവേശം അവസാനിച്ചു, വാങ്ങുന്നവർ പതിയെ തിരിച്ചു വരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതൊരു ബൈ എൻട്രിക്കുള്ള അവസരമാണ്. ഓഡിയോയിലെ ഉദാഹരണത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. രാവിലെ ഒരു ഹൈ വോളിയം പച്ച കാൻഡിൽ വന്നു. നമ്മൾ അതിന് താഴെ വരച്ചു. പക്ഷേ അടുത്ത കാൻഡിൽ അതിലും വലിയൊരു പച്ച കാൻഡിലായിരുന്നു. അപ്പോഴോ നമ്മുടെ ആദ്യത്തെ വര അപ്രസക്തമാകുമോ? തീർച്ചയായും. ഈ രീതി വളരെ ഡൈനാമിക് ആണ്. നമ്മുടെ എൻട്രി സിഗ്നൽ വരുന്നതിന് മുൻപ് അതിനേക്കാൾ ഉയർന്ന ഒരു പുതിയ ഹൈ വോളിയം പച്ച കാൻഡിൽ വന്നാൽ നമ്മൾ ആദ്യം വരച്ച വര മായ്ച്ചു കളഞ്ഞിട്ട് പുതിയ കാൻഡലിന്റെ താഴ്ന്ന ഭാഗത്തേക്ക് നമ്മുടെ ലക്ഷ്മണരേഖ മാറ്റിവരയ്ക്കണം. എപ്പോഴും ഏറ്റവും പുതിയ ക്ഷീണത്തിന്റെ സൂചനയാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. ഈ ഇൻഡിക്കേറ്ററിന്റെ പേര് സോൺ പ്ലസ് വോളിയം എന്നാണല്ലോ. വോളിയം ഭാഗം നമ്മൾ വിശദമായി സംസാരിച്ചു. ഇനി ആ സോൺ എന്ന വാക്കിന്റെ പ്രസക്തി എന്താണ്? ചാർട്ടിൽ ഓട്ടോമാറ്റിക്കായി ചില സോണുകൾ വരുന്നുണ്ടല്ലോ, എന്താണവ? ഈ സോണുകൾ നമ്മുടെ ഒരു വഴികാട്ടിയാണ്. ടെക്നിക്കലായി പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ തത്വം ഉപയോഗിച്ചാണ് ഇത് രൂപപ്പെടുന്നത്. എന്നാൽ ലളിതമായിട്ട് ഇങ്ങനെ ചിന്തിക്കാം. ഒരു റബ്ബർ ബാൻഡ് ഒരുപാട് വലിച്ചു നീട്ടിയാൽ അത് തിരികെ വരാൻ ശ്രമിക്കുമല്ലോ. അതുപോലെ വില അതിന്റെ സാധാരണ ചലനത്തിൽ നിന്ന് ഒരുപാട് മുകളിലേക്കോ താഴേക്കോ പോകുമ്പോൾ തിരികെ വരാൻ സാധ്യതയുള്ള ചില മേഖലകളാണ് ഈ സോണുകൾ. ഇവ ചാർട്ടിലെ അദൃശ്യമായ സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകളായി പ്രവർത്തിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്കൊരു സെൽ സിഗ്നൽ കിട്ടുന്ന അതേ സമയം വില അങ്ങനെയൊരു മുകളിലുള്ള സോണിന്റെ അടുത്താണെങ്കിൽ അത് നമ്മുടെ സിഗ്നലിന് കൂടുതൽ ബലം നൽകുമെന്നാണോ? ഒരു ഇരട്ട ഉറപ്പ് പോലെ. കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. അത് നമ്മുടെ ട്രേഡിനുള്ള ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. ഓഡിയോ ക്ലിപ്പിൽ എടുത്തു പറയുന്നൊരു ഉദാഹരണത്തിൽ ഒരു റിവേഴ്സൽ സംഭവിച്ചത് കൃത്യമായി അങ്ങനെയൊരു സോണിൽ തട്ടിയാണ്. നമ്മുടെ വോളിയം വിശകലനവും ഈ സോണുകളും ഒരേ കാര്യം പറയുമ്പോൾ ആ ട്രേഡ് വിജയിക്കാനുള്ള സാധ്യത കൂടുന്നു. ചാർട്ടിലെ മറ്റു ചില ദൃശ്യസൂചനകളെക്കുറിച്ചും ഓഡിയോയിൽ പറയുന്നുണ്ട്. ഒരു മഞ്ഞ നിറം, പിന്നെ വെളുത്ത അക്ഷരങ്ങൾ. ഇതൊക്കെ വെറും അലങ്കാരങ്ങളാണോ, അതോ അതിനും എന്തെങ്കിലും പ്രത്യേക അർത്ഥമുണ്ടോ? ഓരോന്നിനും അതിൻ്റേതായ കഥയുണ്ട്. ആ മഞ്ഞ നിറം ഒരു ഇൻസൈഡ് കാൻഡിൽ രൂപീകരണത്തെയാണ് കാണിക്കുന്നത്. അതായത് ഒരു വലിയ നീക്കത്തിന് ശേഷം മാർക്കറ്റൊന്ന് നിന്ന് ആലോചിക്കുന്നൊരവസ്ഥ. വാങ്ങുന്നവരും വിൽക്കുന്നവരും തമ്മിൽ ഒരു തീരുമാനത്തിലെത്താൻ പറ്റുന്നില്ല. ആ ഒരു ആശയക്കുഴപ്പമാണ് മുൻപത്തെ കാൻഡിലിന്റെ ഉള്ളിലൊതുങ്ങുന്ന ആ ചെറിയ കാൻഡിൽ കാണിക്കുന്നത്. ഇനി ആ ആശയക്കുഴപ്പത്തിന്റെ സമയത്ത് വലിയ വോളിയം കൂടി വന്നാലോ? അതാണ് വെളുത്ത അക്ഷരങ്ങൾ കൊണ്ട് അടയാളപ്പെടുത്തുന്നത്. ഇതിനർത്ഥം ഒരു ചെറിയ വിലയുടെ പരിധിക്കുള്ളിൽ ഒരു വലിയ യുദ്ധം നടക്കുന്നുവെന്നാണ്. അപ്പോ ആ പരിധിയിൽ നിന്ന് പുറത്തു കടക്കുമ്പോൾ വലിയൊരു സ്ഫോടനം തന്നെ പ്രതീക്ഷിക്കാം. ശരി, ഇത് നിഫ്റ്റി ഫ്യൂച്ചേഴ്സ് ചാർട്ടിൽ ഒരു പൂർണ്ണമായ സിസ്റ്റം പോലെ തോന്നുന്നുണ്ട്. എന്നിട്ടും ഓഡിയോ കേൾക്കുമ്പോൾ നിഫ്റ്റി സ്പോട്ട് ചാർട്ടും ഒപ്പം നോക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നുണ്ട്. രണ്ടും ഏതാണ്ട് ഒരുപോലെ തന്നെയല്ലേ നീങ്ങുന്നത്? പിന്നെന്തിനായി ഒരു അധിക ജോലി? അതെ, രണ്ടും ഒരുപോലെയാണ് നീങ്ങുന്നതെങ്കിലും ആ രണ്ടാമത്തെ അഭിപ്രായം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ സൂൺ ലെവലുകൾ ഫ്യൂച്ചേഴ്സ് ചാർട്ടിലും സ്പോട്ട് ചാർട്ടിലും വരും. ഫ്യൂച്ചേഴ്സ് ചാർട്ടിൽ നമുക്കൊരു സെൽ സിഗ്നൽ കിട്ടുന്നു. അതേസമയം സ്പോട്ട് ചാർട്ടിലെ വിലയും ഒരു പ്രധാനപ്പെട്ട സൂൺ റെസിസ്റ്റൻസ് സോണിൽ തട്ടി നിൽക്കുകയാണെങ്കിൽ ആ ലെവലിന് ഇരട്ടി ശക്തിയുണ്ടെന്ന് നമ്മൾക്ക് അനുമാനിക്കാം. ഒരു പ്രധാനപ്പെട്ട ഓപ്പറേഷന് മുൻപ് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ തേടുന്നത് പോലെയാണത്. അതെ അതെ, അത് വളരെ വ്യക്തമായി. ഇനി ഓഡിയോയുടെ അവസാന ഭാഗത്ത് വളരെ കൗതുകകരമായ ഒരു കാര്യം സൂചിപ്പിച്ചിട്ട് പെട്ടെന്ന് നിർത്തുന്നുണ്ട്. ഒരു എക്സൽ ഷീറ്റ്. ഈ ഇൻഡിക്കേറ്റർ സിസ്റ്റത്തിനൊപ്പം ആ എക്സൽ ഷീറ്റ് കൂടി ഉപയോഗിച്ചാൽ സ്റ്റോപ്പ് ലോസ് അടിക്കാൻ സാധ്യതയുള്ള ട്രേഡുകൾ ഒഴിവാക്കാമെന്നാണ് പറയുന്നത്. ഇതാണിതിലെ രഹസ്യമെന്ന് തോന്നുന്നു. ഓഡിയോയിൽ കൂടുതൽ വിവരങ്ങളില്ലെങ്കിൽ പോലും ഇങ്ങനെയൊരു എക്സൽ ഷീറ്റ് ഒരു ട്രേഡിംഗ് സിസ്റ്റത്തിൽ സാധാരണയായി എന്ത് പങ്കായിരിക്കും വഹിക്കുന്നത്? താങ്കൾ പറഞ്ഞതുപോലെ അതായിരിക്കും ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. സാധാരണയായി ഇത്തരം സിസ്റ്റങ്ങളിൽ ഒരു എക്സൽ ഷീറ്റ് വരുന്നത് ഒരു മാക്രോ ഫിൽട്ടറായി പ്രവർത്തിക്കാനാണ്. അതായത് നമ്മുടെ ആ 15 മിനിറ്റ് ചാർട്ടിൽ കാണാത്ത മറ്റു വിവരങ്ങൾ കൂടി പരിഗണിക്കാനാണത്. ഉദാഹരണത്തിന് ഓപ്ഷൻ ചെയിൻ ഡേറ്റ.
എവിടെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഓപ്ഷനുകൾ വിൽക്കുകയോ വാങ്ങുകയോ ചെയ്തിരിക്കുന്നത് എന്നുള്ള കണക്ക്, അല്ലെങ്കിൽ ആഗോള വിപണിയുടെ അവസ്ഥ, പ്രധാനപ്പെട്ട സാമ്പത്തിക സ്ഥാപനങ്ങൾ വാങ്ങുകയാണോ വിൽക്കുകയാണോ എന്നുള്ള സൂചനകൾ, ഇവയെല്ലാം ആ ഷീറ്റിലുണ്ടാവാം. നമ്മുടെ ചാർട്ട് ഒരു സെൽ സിഗ്നൽ തരുമ്പോൾ എക്സൽ ഷീറ്റിലെ ഡേറ്റ പ്രകാരം മാർക്കറ്റിൽ ശക്തമായ വാങ്ങൽ താൽപ്പര്യമുണ്ടെങ്കിൽ ആ ട്രേഡ് ഒഴിവാക്കാൻ ഇത് നമ്മളെ സഹായിച്ചേക്കാം. ഓഹോ, അപ്പോ ചാർട്ട് നമ്മളോട് പറയുന്നത് ഒരു ചെറിയ കാലയളവിലെ യുദ്ധത്തെക്കുറിച്ചാണെങ്കിൽ എക്സൽ ഷീറ്റ് പറയുന്നത് ആ യുദ്ധത്തിൽ അവസാനം ആര് ജയിക്കും എന്നതിനെക്കുറിച്ചുള്ള സൂചനയാണ്. ട്രേഡർക്കുള്ള ഒരു രണ്ടാംഘട്ട പ്രതിരോധ കവചം പോലെ. ചാർട്ടിലെ ദൃശ്യപരമായ സൂചനകൾക്കൊപ്പം ഡേറ്റയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു അധിക സുരക്ഷാ പാളി കൂടി ഇത് നൽകുന്നു. ഈ രീതിയെക്കുറിച്ച് കേട്ടിട്ട് ഇത് സാധാരണ കാണുന്ന പോലെയുള്ളൊരു ഡേ ട്രേഡിംഗ് അല്ല, മറിച്ച് ഒരുതരം വേട്ടയാടൽ പോലെയാണ് എനിക്ക് തോന്നുന്നത്. വളരെ കൃത്യമായ സാഹചര്യങ്ങൾ ഒത്തുവരാൻ ക്ഷമയോടെ കാത്തിരിക്കണം. ഇതിന് വലിയ മാനസിക അച്ചടക്കം ആവശ്യമായിരിക്കുമല്ലോ, അല്ലേ? അതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഓഡിയോയിൽ അത് ആവർത്തിച്ച് പറയുന്നുമുണ്ട്. നിങ്ങൾ മാർക്കറ്റിന്റെ പിന്നാലെ ഓടുകയല്ല, മറിച്ച് മാർക്കറ്റ് നിങ്ങളുടെ അടുത്തേക്ക് വന്ന് ക്ഷീണത്തിന്റെ ലക്ഷണങ്ങൾ കാണിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. സാധാരണയായി ഉച്ചയ്ക്ക് 12 മണിക്ക് മുൻപ് നല്ല 1-2 അവസരങ്ങൾ മാത്രമേ ലഭിക്കൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ക്ഷമയില്ലാത്തൊരു ട്രേഡർക്ക് പെട്ടെന്ന് മടുക്കും, ആവശ്യമില്ലാത്ത ട്രേഡ് എടുത്ത് നഷ്ടം വരുത്തും. ക്ഷമയുള്ള ഒരാൾക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്തൊരു സിസ്റ്റമാണിത്. അപ്പോൾ ഇത് ആർക്കാണ് കൂടുതൽ അനുയോജ്യം? കുറഞ്ഞ മുതൽ മുടക്കുള്ളവർക്ക് ഇത് നല്ലതാണെന്ന് ഓഡിയോയിൽ പറയുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും അത്? കാരണം ഇതൊരു ഹൈ പ്രോബബിലിറ്റി സ്കാൽപ്പിംഗ് രീതിയാണ്. നമ്മുടെ റിസ്ക് താരതമ്യേന കുറവാണ്. നമ്മളൊരു 100 പോയിന്റിന്റെ വലിയ ട്രെൻഡ് പിടിക്കാനല്ല ശ്രമിക്കുന്നത്, മറിച്ച് 10-20 പോയിന്റിന്റെ ഒരു ഉറപ്പുള്ള റിവേഴ്സലാണ് ലക്ഷ്യമിടുന്നത്. ചെറിയ മുതൽ മുടക്കുള്ള ഒരാൾക്ക് വലിയ റിസ്ക് എടുക്കാൻ കഴിയില്ല, അപ്പോൾ അവർക്കിത് വളരെ അനുയോജ്യമാണ്. അതേസമയം വലിയ മുതൽ മുടക്കുള്ളവർക്ക് ഈ റിവേഴ്സൽ പോയിന്റുകൾ ഉപയോഗിച്ച് ഓപ്ഷനുകൾ വിൽക്കുന്നതിനെക്കുറിച്ചും ഓഡിയോയിൽ സൂചനയുണ്ട്. അപ്പോൾ ഈ രീതി പലതരത്തിൽ ഉപയോഗിക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയൊന്ന് ചുരുക്കി പറഞ്ഞാൽ, ഇത് കേവലം 2 ഇൻഡിക്കേറ്ററുകൾ ഉപയോഗിച്ചുള്ള ഒരു ട്രേഡിംഗ് രീതിയല്ല, മറിച്ച് ഒരു ചിന്താരീതിയാണ്. മാർക്കറ്റിലെ പൊതുവായ ആവേശത്തിനെതിരെ നിലപാടെടുക്കുക, വലിയ വോള്യത്തെ ശക്തിയുടെയല്ല ക്ഷീണത്തിന്റെ ലക്ഷണമായി കാണുക, എന്നിട്ട് കൃത്യമായ സ്ഥിരീകരണത്തിനു വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുക. അതെ, അതാണ് ഇതിലെ പ്രധാന ആശയം. വോളിയം ഉപയോഗിച്ച് ക്ഷീണം കണ്ടെത്തുക, ആ ക്ഷീണത്തിന്റെ ഉയർന്നതോ താഴ്ന്നതോ ആയ പോയിന്റ് അടയാളപ്പെടുത്തുക, വില വിപരീത ദിശയിലേക്ക് ആ പോയിന്റ് മറികടക്കാൻ കാത്തിരിക്കുക. ഇതിനൊപ്പം സൂണുകൾ, സ്പോട്ട് ചാർട്ട്, ഒരു പക്ഷേ ആ എക്സൽ ഷീറ്റ്, അങ്ങനെയുള്ള മറ്റുപകരണങ്ങൾ ഉപയോഗിച്ച് കൂടുതൽ ഉറപ്പുവരുത്തുക. ഇത് നമ്മളെ ഒരു അവസാന ചിന്തയിലേക്ക് നയിക്കുന്നുണ്ട്. ഓഡിയോയിൽ വളരെ സങ്കീർണമായ ഒരു സാങ്കേതിക സിസ്റ്റം വിശദീകരിക്കുന്നുണ്ടെങ്കിലും അതിലുപരി ക്ഷമ, അച്ചടക്കം തുടങ്ങിയ മാനുഷിക ഘടകങ്ങൾക്ക് ആവർത്തിച്ച് ഊന്നൽ നൽകുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഒരു ട്രേഡിംഗിൽ എന്താണ് പ്രധാനം? സാങ്കേതികമായി യാതൊരു പിഴവുമില്ലാത്തൊരു സിസ്റ്റമാണോ, അതോ ആ സിസ്റ്റം പ്രവർത്തിപ്പിക്കുന്ന, പലപ്പോഴും പിഴവുകൾ സംഭവിക്കാവുന്ന മനുഷ്യന്റെ മനസ്സാണോ? ഒരുപക്ഷേ വിജയമെന്നത് ഒരു 20% സിസ്റ്റമും 80% മനഃശാസ്ത്രവുമാണോ? ഈ ഒരു ചോദ്യം നമുക്ക് പ്രേക്ഷകർക്ക് വിട്ടുകൊടുക്കാം, അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ.